Welcome to Learnino. I'm Amrita Ramachandran. In our Tradesman electronics, oscillator circuits are കാണുന്നത്. So oscillator circuits repeated questions വരാറുണ്ട്. So നമുക്ക് oscillator circuits എന്താണെന്ന് നോക്കാം. Okay. So എന്താണ് oscillator circuits? Oscillator circuits പറഞ്ഞാൽ continuous ആയിട്ട് നമുക്ക് waveform generate ചെയ്യാൻ പറ്റും without giving an input. So it produces a continuous repeated alternating waveform without any input. ഒരു ഇൻപുട്ടും കൊടുക്കാതെയാണ് ഓസിലേറ്റർ സർക്യൂട്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലാബുകളിലും മറ്റും നമ്മൾ പെട്ടെന്ന് എല്ലാ സർക്യൂട്ടും വരയ്ക്കുന്ന പോലെ അതിനൊരു ഇൻപുട്ട് കൊടുക്കും. സോ അത് തെറ്റാണ്. സോ ഓസിലേറ്റർ സർക്യൂട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ ഇൻപുട്ട്. ഓർ other definition is it convert unidirectional current flow from a DC source into an alternating waveform which is of desired frequency. നമുക്ക് ഏത് ഫ്രീക്വൻസി ആണോ വേണ്ടത് അത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുക? നമ്മൾ കൊടുക്കുന്ന സർക്യൂട്ട് കമ്പോണൻസ്. എന്തൊക്കെയാണ് കമ്പോണൻസ്? റെസിസ്റ്റർ ആവാം, കപ്പാസിറ്റർ ആവാം, ഇൻഡക്ടർ ആവാം. സോ ഓസിലേറ്റർ സർക്യൂട്ട്സ് എന്താ ശരിക്കും? ഒരു വേവ് ഫോം ജനറേറ്റർ ആണ്. ഈ വേവ് ഫോം ജനറേറ്റർ നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ ഒരു ഡി സി സോഴ്സിനെ ഒരു എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ എ സിയുടെ ഫ്രീക്വൻസി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക? നമ്മൾ കൊടുക്കുന്ന കമ്പോണൻസിൻ്റെ വാല്യൂസ് അനുസരിച്ച്, അതായത് അതിലെ റെസിസ്റ്ററിൻ്റെ, കപ്പാസിറ്ററിൻ്റെ, ഇൻഡക്ടറിൻ്റെ ഇതിൻ്റെ എല്ലാം വാല്യൂ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന വേവ് ഫോം ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ട ബേസിക് ക്രൈറ്റീരിയ എന്താണെന്ന്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഒപ്പം രണ്ട് കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു ഓസിലേറ്റർ വർക്ക് ചെയ്യുക. ആ കണ്ടീഷൻസിനെ പറയുന്ന പേരാണ് ബാർഖൗസൻ ക്രൈറ്റീരിയ. എന്തൊക്കെയാണ് ആ രണ്ട് കണ്ടീഷൻസ്? ഒന്നെന്ന് പറയുന്നത് ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി അല്ലെങ്കിൽ 0 ആയിരിക്കണം. മൊത്തം ഒരു ഫേസ് ഷിഫ്റ്റും അതിൽ സംഭവിക്കാൻ പാടില്ല. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ ബീറ്റ ഇസ് ഈക്വൽ ടു 1. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു ഓസിലേറ്റർ പ്രോപ്പറായിട്ട് വർക്കിംഗ് ചെയ്യാം. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഒരു ഓസിലേറ്ററിൻ്റെ ആപ്ലിക്കേഷൻസ്? നമുക്കറിയാം ഓസിലേറ്റേഴ്സ് പറഞ്ഞാൽ മെയിൻലി വേവ് ഫോം ജനറേറ്റേഴ്സ് ആണ്. പിന്നെ ക്വാർട്സ് വാച്ചസ് അതിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഓഡിയോ സിസ്റ്റം, വീഡിയോ സിസ്റ്റം, ടി വി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ മെറ്റൽ ഡിറ്റക്ടേഴ്സ്, മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളേഴ്സ്, മെറ്റൽ ഡിറ്റക്ടേഴ്സ്, അങ്ങനെ ഡെക്കറേറ്റീവ് ലൈറ്റ്സ്, ഇങ്ങനെ പല കാര്യത്തിലും നമ്മൾ ഓസിലേറ്റർ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്ന ഓസിലേറ്റർ എന്ന് പറയുന്നത് കോൾപിറ്റ് ഓസിലേറ്റർ ആണ്. ഈ കോൾപിറ്റ് ഓസിലേറ്റർ പറഞ്ഞാൽ ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ആണ്. ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ആണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. രണ്ട് കപ്പാസിറ്റർ, ഒരു ഇൻഡക്ടർ, രണ്ട് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് പാരലൽ ടു ആൻ ഇൻഡക്ടർ, അതാണ് കോൾപിറ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി പറയുന്നത് 1/2π√LC ആണ്. LC എന്ന് പറയുന്നതിൽ സി എന്ന് പറയുന്നത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് സീരീസ് കോമ്പിനേഷൻ ഓഫ് ഈ രണ്ട് കപ്പാസിറ്റൻസ് C1 C2 കപ്പാസിറ്റൻസിന്റെ സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും. സോ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസ് പറഞ്ഞാൽ C1 C2 ഡിവൈഡഡ് ബൈ C1 + C2, അതാണ് കോൾപിറ്റ് ഓസിലേറ്റർ. സോ ഈ ട്രാൻസിസ്റ്റർ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും, പ്ലസ് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മളുടെ LC സർക്യൂട്ട് ഉണ്ടാക്കും. അപ്പോൾ ടോട്ടൽ അവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 360 ആയിരിക്കും. അങ്ങനെയാണ് അവിടെ ബാർഖൗസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ട് ആണ്. വാട്ട് ഈസ് ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ട്? ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ two inductor circuit is connected in series for that there is a parallel connection of a capacitor. അതായത് രണ്ട് ഇൻഡക്ടർ കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഈ സീരീസ് ഇൻഡക്ടർ സർക്യൂട്ടിന് പാരലൽ ആയിട്ട് ഒരു കപ്പാസിറ്റർ സർക്യൂട്ട് ഉണ്ടാവും. ഇതായിരിക്കും നമ്മുടെ കമ്പൈൻഡ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മുടെ ട്രാൻസിസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യും, അത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് LC സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√LC ആണ്. വേർ L എന്ന് പറയുന്നത് ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. L is equal to L1 + L2. Next is Clap's oscillator. Clap's oscillator is just a modified form of Colpitt oscillator.
It contains one additional capacitor connected in series with the inductor. The addition of capacitor improves the frequency stability and eliminates the effect of transistor parameter and stray capacitance. So, Colpitt oscillator is a modified form of collapse oscillator. What is the advantage of this collapse oscillator? Stray capacitance reduce ചെയ്യാനും അതുപോലെ തന്നെ frequency instabilities കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ collapse oscillator യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 1/2 pi root LC ആണ്. ബട്ട് സി എന്ന് പറയുന്നത് ഈ കമ്പൈൻഡ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് സി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. നെക്സ്റ്റ് ഈസ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി സെലക്റ്റീവ് സർക്യൂട്ട് ആണ്. It mainly works on the principle of Wheatstone bridge. അതായത് P/Q is equal to R/S എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മുടെ Wheatstone bridge വർക്ക് ചെയ്യുന്നത്. It generates sine waves. It's a sine wave generator and is also used for impedance measurements and has a good stability at its resonant frequency and have low distortion. And it is easy to tune, making it a popular circuit as an audio frequency amplifier. അതായത് ഒരു ഫ്രീക്വൻസി ജനറേറ്റർ ആണ്. അത് ജനറേറ്റ് ചെയ്യുന്നത് സൈൻ വേവ്സ് ആണ്. ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇംപിഡൻസ് മെഷർമെന്റ്സ്. നമുക്ക് മെയിൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിലും അല്ലെങ്കിൽ എല്ലാ PSU ക്വസ്റ്റ്യൻസിലും വരുന്നതാണ് ഏതാണ് ഒരു സൈൻ വേവ് ജനറേറ്റർ എന്ന് പറയുന്നത്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ് ഒരു സൈൻ വേവ് ജനറേറ്റർ. ഒരു റെക്ടാങ്കുലർ വേവ് ജനറേറ്റർ എന്ന് പറയുന്നതാണ് സ്മിത്ത് ട്രിഗർ. ഇത് രണ്ടും നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഇംപിഡൻസ് മെഷർമെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. What is crystal oscillator, or what is the working principle of crystal oscillator? Crystal oscillator works on the principle of piezoelectric effect. What is piezoelectric effect? When we apply mechanical energy into one side, then there will be a vibration or so crystal oscillator is the next type of oscillator. Crystal oscillator mainly depends upon Next is crystal oscillator. Crystal oscillator works on the principle of piezoelectric effect. So Rochley salt, quartz, tourmaline exhibit piezoelectric effect, and such materials are called piezoelectric crystals. Then quartz is the most commonly used piezoelectric crystal because it is inexpensive and readily available in nature. Next എന്ന് പറയുന്നത് crystal oscillator എപ്പോഴാണ് ഒരു oscillation generate ചെയ്യുന്നത്? If the frequency of the applied voltage is equal to the natural frequency of the crystal, resonance takes place and the crystal vibrates and reaches a maximum value. അപ്പോഴാണ് ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്നാണ്. ഒരു റേഞ്ച് തന്നിട്ട് ആ റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഓസിലേറ്റർ ഏതാണെന്ന്. സോ ഈ ടേബിൾ നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ട്. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഫിക്സഡ് ഫ്രീക്വൻസി. നെക്സ്റ്റ് ഒന്ന് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ 1 Hz to 1 MHz വരെ ആയിരിക്കും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത് 1 Hz to 10 MHz വരെ ആയിരിക്കും അതിൻ്റെ റേഞ്ച്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാർട്ട്ലി ഓസിലേറ്റർ. ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 kHz to 100 MHz വരെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൾപിറ്റ് ഓസിലേറ്റർ. കോൾപിറ്റ് ഓസിലേറ്റർ പറയുന്നത് 10 kHz to 100 MHz. അതായത് ഹാർട്ട്ലി ഓസിലേറ്ററും കോൾപിറ്റ് ഓസിലേറ്ററും ഒരുവിധം മെഗാഹെർട്സ് റേഞ്ചിൽ വർക്ക് ചെയ്യാറുണ്ട്. 100 MHz ആ ഒരു റേഞ്ച് വരെ വർക്ക് ചെയ്യാറുണ്ട്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ റേഞ്ചസ്, അതായത് 1 Hz to 10 MHz വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ടേബിൾ നന്നായി ബൈ ഹാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ഓസിലേറ്റേഴ്സിലും പെർട്ടിക്കുലറായിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാവുമല്ലോ, ആ ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. സോ ഈ ഓസിലേറ്റർ സർക്യൂട്ട്സ് എന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.